ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം നിങ്ങൾ ഇട്ട അത്രയും വീഡിയോസ് എല്ലാവരും കണ്ടിരുന്നോ? അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം അല്ലേ? അപ്പോൾ കണ്ട അത്രയും എന്തായാലും എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഉറപ്പല്ലേ? അപ്പം നമുക്ക് ഇന്ന് അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ഇതൊന്ന് പാർട്ടായിട്ട് പറഞ്ഞേ. അതായത് എന്ത് ചെയ്താൽ മതി? ഇവിടെ എല്ലാവരും നോക്കിക്കേ, ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? നമുക്ക് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 അല്ലേ? ഇനി ഇതിൽ കളർ ചെയ്ത് എത്ര പാർട്സ് ഉണ്ട്? 1 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ആദ്യം കളർ ചെയ്ത പാർട്സിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്സ്. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. ഓക്കെ, പാർട്ട് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? 1 2 3. അതിൽ ഈ പാർട്ട് എന്ന് പറയുന്നത് എന്താ? 3 പാർട്സിൽ ഒരു ഭാഗമല്ലേ ഇത്? അപ്പോൾ 1/3. ഇതോ 3 പാർട്സിൽ ഒരു പാർട്ട്, അപ്പോൾ 1/3. ഇതോ നമ്മുടെ 3 പാർട്സിൽ ഒരു പാർട്ട്, അതുകൊണ്ട് അതും 1/3. പിന്നെ ഒരു കാര്യം, നമ്മുടെ 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്ന് വെച്ചാൽ എന്താ? 1 + 1 + 1 3. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എല്ലാം സെയിം അല്ലേ? അപ്പം നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യരുത്, അതങ്ങനെ തന്നെ എഴുതി വെക്കുക. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 1. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ റെക്റ്റാങ്കിളിന് എത്ര പാർട്സ് ഉണ്ട്? 1 2 3. ഓക്കെ, ഇതിൽ ഈ പാർട്ട് എത്രയാണ്? 3 പാർട്ടിൽ ഒരു പാർട്ട്, സോ 1/3. ഇതോ 3 പാർട്ടിൽ ഒരു പാർട്ട്, 1/3. ഇതോ 3 പാർട്ടിൽ ഒരു പാർട്ട്. ഓക്കെ ആണോ? ഇനി 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലായിരുന്നോ? 1 + 1 + 1 3. ഡിനോമിനേറ്റർ എല്ലാം സംഖ്യയും സെയിം അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ ഒരിക്കലും ആഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ 3/3 എന്ന് പറയുന്നത് 1. അതാണ് ഈ മൊത്തം നീളം എന്താണ്? 1. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? 1 2 3 4 5 6. അതിൽ ഈ പച്ച കളർ ചെയ്തത് എത്ര പാർട്ടാണ്? എത്ര പച്ചയുണ്ട്? 1 2. അപ്പം എങ്ങനെ എഴുതണ്ടേ? 2 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6. ഓക്കെ, ഇനി ഈ പച്ച അതെത്ര പാർട്ടാണ്? 1 2 3 4. 4 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6. ഓക്കെ ആണോ? ഇനി ഈ ഡാർക്ക് ഗ്രീന് എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചത്. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 1 2 3. അതിൽ ഇതെത്ര പാർട്ടാണ്? 1/3. ഇതോ അതും 1/3. ഇതോ അതും 1/3. ഓക്കെ, ഇനി ഇവിടെ ഡാർക്ക് ഗ്രീൻ എത്ര പാർട്ടാണ്? എത്ര ഡാർക്ക് ഗ്രീൻ ഉണ്ട്? 1 2 3 4. 4 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. 4/6. ഇനി ഇവിടെ നോക്കിക്കേ, ഡാർക്ക് എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പോൾ 2 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3. അപ്പോൾ ഇത്രയും 2/3. ഇനി ഇതോ ലൈറ്റ് എത്ര എണ്ണം ഉള്ളത്? 1. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3. 1/3. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. The pictures below show a circle divided into 8 equal parts and colored 2 at a time. നമ്മളോട് ഇവിടെ പാർട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ എത്ര എണ്ണം കളർ ചെയ്തു? 1 2. അപ്പോൾ എന്തോരുവാണിത്? 2/6. ഈ ഒരു പാർട്ട് എന്തോരുവാണ്? 2/6. ഓക്കെ, ഇനി ഇതോ എത്ര എണ്ണം? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? സോറി, 2/8 ആണ്. ഓക്കെ,
ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതിൽ എത്ര എണ്ണമാണ് കളർ ചെയ്തേക്കുന്നത്? 1 2 3 4 4/8. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? 4/8. അതുപോലെ തന്നെ ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? 2/8. ഇനി ഇവിടെയോ ടോട്ടൽ, അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 8 എണ്ണം. എത്ര എണ്ണം കളർ ചെയ്തേക്കുന്നത്? 1 2 3 4 5 6. അപ്പോൾ 6/8. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? 6/8 ആണ്. ഓക്കെ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ശരിക്കും ഈ കളർ ചെയ്ത ഭാഗത്തിന് ഫ്രാക്ഷനാക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് മാത്രം ചെയ്താൽ മതി? അതായത് കളർ ചെയ്തത് എത്ര എണ്ണം ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇത്രയും നമ്മൾ എന്ത് കണ്ടുകൊണ്ടിരുന്നത്? ഇത്രയും പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് നിങ്ങളൊന്ന് തന്നെ പറയണേ. ഇപ്പം നമ്മൾ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെ. ദ പിക്ചേഴ്സ് ബിലോ ഷോ സർക്കിൾസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ് വിത്ത് സം ഓഫ് ദ പാർട്സ് കളേർഡ്. ഇവിടെ ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻടു 2 different ways and write both of them as fractions in the box below each other. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ കളർ ചെയ്ത പാർട്ട് എന്തോ വരുക? 1 2 3 3 ബൈ കളർ ചെയ്യാത്തതും കളർ ചെയ്തതുമായ എത്ര എണ്ണം ഉണ്ട്? അതായത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12. അപ്പോൾ 3/12. ഇനി ഇതോ എത്ര എണ്ണമാണ്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമാണ്? 12. 2/12. ഇവിടെയോ 1 2 3 4. അപ്പോൾ 4/12. ഇനി ഇവിടെയോ 1 2 3 4 5 6. അപ്പോൾ ഇവിടെ 6/12. ഇവിടെയോ 1 2 3 4 5 6 7 8 9. അപ്പോൾ എന്താണ്? 9/12. ഇനി ഇവിടെ ഒന്ന് പറഞ്ഞേ, 1 2 3 4 5 6 7 8 8/12. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്താൽ മതി. കളർ ചെയ്ത പാർട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടെന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ വരെ നമ്മൾ ഫിനിഷ് ആക്കി. ഇവിടെ നമ്മളോട് ഒരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കിക്കേ. ഇവിടെ നോക്കാം. ഇവിടെ ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 different വേസിലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു രീതി നമ്മൾ എഴുതിയില്ലേ? അതായത് ഇവിടെ എന്താണ്? 6/12 3/12 2/12 9/12 8/12 4/12 ഒക്കെ നമ്മൾ എഴുതി. അപ്പോൾ അത് ഇപ്പോൾ ഒരു വേ ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഒരു രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് നോക്കണ്ടേ. ഇവിടെ നോക്കിക്കേ, 3/12 വേറെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ 3 ഇല്ലേ, ആ 3നെ 3 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ 12നെയും 3 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഒരു നമ്പറിന് ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 3യുടെ ടേബിളിൽ 12 എപ്പോഴാണ് വരുന്നത്? യെസ്, 3 × 4 ആയാലേ 12. അപ്പോൾ ഇതെന്താണ്? 1/4. ശരിയല്ലേ? ഈ ഒരു പാർട്ട് എന്താണ്? 1/4. ഓക്കെ. അപ്പോൾ ഈ വേയിൽ എഴുതാം, ഈ രീതിയിൽ എഴുതാം. ഇനി നെക്സ്റ്റ് 2/12. എന്താ ചെയ്യണ്ടേ? ഇതിനെ 2 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ചുകൊണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 1/12നെ 2 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ൻ്റെ ടേബിളിൽ 12 എപ്പോഴാണ് വരുന്നത്? 2 × 6. അപ്പോൾ 1/6. ഇനി 4/12 ആണെങ്കിലോ ഇവിടെ 4 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 4/4 എന്ന് വെച്ചാൽ 1. 12/4. 12നെ 4 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 12നെ
4 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു എത്ര 12 4 ഇൻറ്റു 3 12. അപ്പോൾ ഇവിടെ എന്ത് വരും 3 വരും. ഓക്കെ ആണോ? 1/3. ഇനി ഇതെന്താണ് 6/12നെ നമുക്ക് എന്താണ് 6 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് വരും 1/12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു എത്രയാണ് 12 2. അപ്പോൾ ഇവിടെ എന്ത് വരും 2 1/2. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് 1/2. ഇനി 9/12നെയോ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ